ചുണ്ടേൽ വെള്ളംകൊല്ലിയിൽ ദേശീയപാത 766-ൽ വാഹനാപകടങ്ങൾ പതിവായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 5:00-ഓടുകൂടി 3 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. കോഴിക്കോട് ഭാഗത്തു നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് വന്ന നീല ബൊലേനോ കാർ മറ്റൊരു ചുവപ്പ് മാരുതി എക്സ്പ്രസോ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഓവർടേക്ക് ചെയ്ത കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റെനോൾട്ട് കിവിഡ് വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട മാരുതി കാർ തൊട്ടടുത്ത തോട്ടിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ 3 വാഹനങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും യാത്രക്കാർ ഗുരുതര പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. വെള്ളംകൊല്ലിയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നത് നാട്ടുകാർക്കും യാത്രക്കാർക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. പ്രദേശത്തുകൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന സമയത്ത് റോഡിലൂടെ നടക്കാൻ പോലും ഭയാസനത ഉണ്ടാകുന്നു. പ്രദേശത്ത് ഇനിയും വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. നിലവിൽ വേഗം നിയന്ത്രിക്കാനുള്ള സ്പീഡ് കൺട്രോൾ സംവിധാനങ്ങളെല്ലാം റോഡ് സൈഡിലേക്ക് മാറ്റിവെച്ച അവസ്ഥയിലാണുള്ളത്. കോഴിക്കോട് വരുന്ന റോഡാണ്. നിരന്തരമായിട്ട് ഇവിടെ അപകടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഓവർടേക്ക് ചെയ്തിട്ടാണ് മിക്ക എല്ലാ വണ്ടികളും മുന്നോട്ട് പോകുന്നത്. അത് ഈ ഓവർടേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ അപകടങ്ങൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു ദിവസം മുമ്പ് തന്നെ ഇവിടെ അപകടം നടന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ഇവിടെ അങ്ങനത്തെ അപകട മേഖല ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ബോർഡോ അങ്ങനത്തെ ക്രമീകരണങ്ങളോ ഇതുവരെ പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും ശരി ആർടിഒൻ്റെ ഭാഗത്തുനിന്നായാലും ശരി ഒരു ബോർഡോ അങ്ങനത്തെ സംവിധാനങ്ങളോ ഇപ്പോൾ ഇവിടെ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് അപകടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ബ്ലാക്ക് വണ്ടി കയറി വരുന്നത്. അപ്പോൾ ബ്ലാക്ക് വണ്ടി കയറി വരണമെങ്കിൽ അത്രയ്ക്കും പിന്നെ അപകട സാധ്യത കൂടുതലാണ് എന്ന് അറിഞ്ഞതുകൊണ്ടും എന്നിട്ട് അവർ കയറി വരുന്നതാണ്. അപ്പോൾ അതിനെതിരെ എന്തായാലും ഒരു നടപടി എടുക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ ഡിവൈഎഫ്ഐൻ്റെ പേരിൽ നമുക്ക് പറയാം. ബന്ധപ്പെട്ട അധികാരികളും അധികൃതരും ഇടപെട്ട് ഈ മേഖലയിലെ വാഹനാപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ചുണ്ടയിലെ നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. അശ്വതി കേച്ചി, ന്യൂസ് 1 ചുണ്ടേൽ.